ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ പകൽക്കാലം വചനം ശ്രവിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് അല്പസമയം ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വചനം സങ്കീർത്തനങ്ങൾ 128 സങ്കീർത്തനം നമുക്ക് ധ്യാനിക്കാം. നമുക്കറിയാം, സങ്കീർത്തനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പാട്ടുകളുടെ പാട്ട്. സങ്കീർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ പാട്ടാണ്. ഇന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നു, ലോകത്തിൽ പാട്ടുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇന്ന് പാട്ടുകളെ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു കാലമാണ്. നമ്മുടെ അഡ്വൻറ്റിസ്റ്റ് സഭയിൽ ഇന്ന് അനേകം പേര് പാട്ടിനാൽ ആകർഷിക്കപ്പെട്ട് സത്യസഭയുടെ വിശ്വാസികളായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് പാട്ടുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കേരളത്തിൽ തന്നെ പാട്ടുകൾ കൊണ്ട് ചികിത്സ മാറ്റുന്ന ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് പാട്ടുകൾക്ക് വളരെയധികം പ്രാധാന്യം ഉള്ളതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ ഏകദേശം 5 വാക്യങ്ങളുള്ള ഒരു ഗാനത്തെക്കുറിച്ച്, ഇതെഴുതിയത് ദാവീദാണ്. ദാവീദ് ഒരു ആട്ടിടയനായിരുന്നു, നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അദ്ദേഹം ഘോരമായ വനങ്ങളിലൂടെ തൻ്റെ ആടുകളുമായിട്ട് പോകുന്ന സമയങ്ങളിലെല്ലാം അദ്ദേഹം ഈ പാട്ടുകൾ രചിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്ന് നമുക്ക് 128 സങ്കീർത്തനമാണ് നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഉള്ളത്. നമ്മുടെ ഈ വചന ശുശ്രൂഷയ്ക്ക് മുമ്പ് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവായ ദൈവമേ, ഇന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. ഞങ്ങൾ 128 സങ്കീർത്തനം ധ്യാനിക്കുമ്പോൾ അവിടുത്തെ സ്വർഗീയ ദൂതന്മാരെ കൊണ്ട് ഞങ്ങളെ കാവൽ ചെയ്യണമേ. പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ നിറയ്ക്കണമേ. ഇന്ന് സംസാരിക്കുന്ന അടിയൻ്റെ നാവിനോട് കൂടെ ഉണ്ടാക്കണമേ. പ്രാർത്ഥന കേട്ടിക്ക സ്തോത്രം. എല്ലാം യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഇവിടെ ഏകദേശം 5 വാക്യങ്ങളാണ് ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിൽ 1-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ചോദ്യം: ഭാഗ്യവാനാകുവാനായിട്ട് ഞാൻ ഇന്ന് എന്ത് ചെയ്യണം? അതിൻ്റെ ഉത്തരവും വളരെ ലളിതമാണ്. ഇന്ന് നമ്മൾ ഏതൊരു സാധാരണക്കാരനോടും ഏതൊരു വ്യക്തിയോടും അല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടിയോടും ചോദിച്ചാൽ ഭാഗ്യവാനാകണമെങ്കിൽ നാം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അവർ പറയും, ഒരു 50 രൂപ മുടക്കിയാൽ മതി, ഒരു ലോട്ടറി എടുത്താൽ, ആ ലോട്ടറി അടിച്ചാൽ ആ വ്യക്തിയെ ഭാഗ്യവാൻ എന്ന് പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഇന്ന് ധാരാളം പണമുണ്ടെങ്കിൽ ആ വ്യക്തിയെ ഭാഗ്യവാൻ എന്ന് പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ മക്കൾ അമേരിക്കയിലോ ലണ്ടനിലോ യൂറോപ്യൻ രാജ്യങ്ങളിലോ ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ ഭാഗ്യവാനെന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് ധാരാളം റബ്ബർ എസ്റ്റേറ്റുകളും സമ്പത്തുകളും എല്ലാം ഉണ്ടെങ്കിൽ ആ വ്യക്തിയും ഭാഗ്യവാൻ എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ അതൊന്നുമല്ല ഭാഗ്യവാനെ കുറിച്ച് പറയുന്നത്. വിശുദ്ധ വേദപുസ്തകം സങ്കീർത്തനക്കാരനായ ദാവീദ് എഴുതുന്നു, യഹോവയെ ഭയപ്പെടുക. യഹോവയെ ഭയപ്പെടുക മാത്രമല്ല, അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. യഹോവയെ ഭയപ്പെട്ട് മാത്രം ജീവിക്കുന്നല്ല, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നമ്മൾ നടക്കേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ ലോകമെന്ന് നോക്കുമ്പോൾ ഒരു വലിയ ദുരന്തത്തിലേക്കാണ് പോകുന്നത്. മാതാപിതാക്കന്മാരെയും അതുപോലെ തന്നെ ഇന്നത്തെ ആളുകളെ ഭയപ്പെടാതെ, ദൈവത്തെ ഭയപ്പെടാതെ ഇരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഇവിടെ വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറയാണ്, യഹോവയെ ഭയപ്പെടുക. ഈ ചരാചരങ്ങളെയും ഈ ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടിതാവായ യഹോവയെ നാം ഭയപ്പെടണം എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളോട് ഉത്ബോധിപ്പിക്കുകയാണ്. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. അവൻ്റെ വഴികളിൽ നമ്മൾ നടക്കണം.
നമ്മൾക്ക് ഇന്ന് ലോകത്തിൽ നോക്കാമെങ്കിൽ 2 വഴികളെക്കുറിച്ച് പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഒന്ന് വിശാലമായ വഴി, 2 ഇടുങ്ങിയ വഴി. വിശാലമായ വഴിയിലേക്ക് പോകുന്നത് അത് നാശത്തിലേക്കാണ്. അതേസമയം ഇടുങ്ങിയ വഴിയിലൂടെ പോകുമ്പോൾ അത് സ്വർഗത്തിലേക്കാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആ ഇടുങ്ങിയ വഴിയിൽ കൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ധാരാളം ഞെരുക്കവും പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം ഉണ്ട്. അതിനെ എല്ലാം തരണം ചെയ്തുകൊണ്ട് വേണം നമ്മൾ ജീവിക്കുവാൻ എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ഇവിടെ പറയുന്നത് യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ആ ഭാഗ്യവാന്മാരുടെ പട്ടികയിൽ നാം ഓരോരുത്തരും ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. ഭാഗ്യവാന്മാരുടെ പട്ടികയിൽ നമ്മൾ ഇല്ല എങ്കിൽ ഇന്നു മുതൽ നമ്മൾ ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കേണ്ടിയിരിക്കുന്നു. ദൈവം കാണിച്ചു തന്നിരിക്കുന്ന പാതകൾ, ദൈവം കാണിച്ചു തന്നിരിക്കുന്ന നിയമങ്ങൾ, പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെതായ കൽപ്പനകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ആ കൽപ്പനയിൽ നിന്നും നമ്മൾ വ്യതിചലിക്കാതെ അതിൽ നടന്നുകൊണ്ട് അതിനെ അനുസരിച്ചുകൊണ്ട് നമ്മൾ നടക്കുമ്പോൾ, നമ്മളത് അനുസരിക്കുമ്പോൾ ആ ഭാഗ്യവാന്മാരുടെ പട്ടികയിൽ നാം ഓരോരുത്തരും കാണപ്പെടും എന്ന കാര്യത്തിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. അങ്ങനെയുള്ള ഭാഗ്യവാന്മാരാണ് ഇന്ന് ലോകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അടുത്ത വാക്യം പറയുന്നു, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ വിതയ്ക്കുന്നത് തന്നെ നീ കൊയ്യും. അതാണ് ഈ 2-ാമത്തെ വാക്യം നമ്മളോട് പറയുന്നത്. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നാം വിതയ്ക്കുന്നത് തന്നെ നാം കൊയ്യും. മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, കൊച്ചിയിൽ കൊടുത്താൽ കൊല്ലത്തും കിട്ടും. നമ്മൾ വിശുദ്ധ വേദപുസ്തകം നമ്മൾ ചിന്തിക്കുമ്പോൾ യാക്കോബ് തൻ്റെ ജ്യേഷ്ഠനായ ഈശോയെ ചതിച്ചുകൊണ്ട് ഹാരാനിൽ തൻ്റെ അമ്മാവനായ ലാഭാൻ്റെ ഭവനത്തിലേക്ക് ചെന്നതായിട്ട് നമുക്ക് കാണുവാൻ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നു. അവിടെ ചെന്ന് തൻ്റെ ജ്യേഷ്ഠനെ കബളിപ്പിച്ചുകൊണ്ടാണ് തൻ്റെ അമ്മാവൻ്റെ വീട്ടിലേക്ക് അവൻ ചെന്നത്. പക്ഷേ അവിടെയും യാക്കോബിനെ ലാഭാൻ കബളിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നാം വിതയ്ക്കുന്നത് തന്നെ നാം കൊയ്യും. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നമ്മൾ കുഞ്ഞുങ്ങളെ നമ്മൾ കള്ളത്തരം പഠിപ്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മോഷ്ടിക്കുവാൻ പഠിപ്പിക്കുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് വിരുദ്ധമായിട്ട് നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടി നാശത്തിലേക്ക് തന്നെ പോവുകയുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ വിശുദ്ധ വേദപുസ്തകം ദാവീദ് സങ്കീർത്തനത്തിലൂടെ പറയുന്നത്, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. എങ്ങനെയുള്ളവനാണ് ഭാഗ്യവാൻ എന്ന് പറയുന്നത്? നിനക്ക് നന്മ വരണമെങ്കിൽ നീ എന്ത് ചെയ്യണം? യഹോവയെ ഭയപ്പെടണം, ദൈവം പറഞ്ഞിരിക്കുന്ന വഴിയിലൂടെ നടക്കണം, ശരിയായ മാർഗത്തിൽ നടക്കണം. ഇന്ന് വളഞ്ഞ വഴിയിൽ കൂടെയല്ല നമ്മൾ പോകേണ്ടത്, നേരെ മറിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങണമെന്ന് സങ്കീർത്തനക്കാരൻ ദാവീദ് നമ്മളോട് ഈ വചനത്തിലൂടെ നമ്മളോട് പറയുകയാണ്. 3-ാമത്തെ വാക്യത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത് നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളിയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. ഇവിടെ 3-ാമത്തെ വാക്യം പറയുന്നത് നിന്റെ ഭാര്യ നിന്റെ വീട്ടിൽ ഫലപ്രദമായ മുന്തിരിവള്ളി. നമുക്കറിയാം മുന്തിരിവള്ളിയുടെ പ്രത്യേകത. അത് ആ വള്ളിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അത് അങ്ങനെ കൂടി മരത്തിൽ അങ്ങനെ കെട്ടിക്കിടക്കും. എത്ര ശ്രമിച്ചാലും
ആ വള്ളി അത് പിരിഞ്ഞു പോകുവാനായിട്ട് സാധ്യമില്ല. നമുക്ക് അറിയാം, മുന്തിരി വള്ളി കാണണമെങ്കിൽ, അല്ലെങ്കിൽ മുന്തിരി നിങ്ങൾക്ക് കാണണമെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ തമിഴ്നാട് ഭാഗങ്ങളിലൊക്കെ പോകുമ്പോൾ അത് ആ മുന്തിരി വള്ളി എങ്ങനെ ഇരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ പറയുന്നത്, നിൻ്റെ ഭാര്യ നിൻ്റെ വീട്ടിനകത്ത് ഫലപ്രദമായ ചൊറുതണ വള്ളി എന്നല്ല പറയുന്നത്, കാഞ്ഞിരക്കുരു എന്നല്ല പറയുന്നത്, ഇരിഞ്ഞിലുമുള്ളെന്നല്ല പറയുന്നത്. നിൻ്റെ ഭാര്യ നിൻ്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി. ജ്ഞാനിയുടെ ജ്ഞാനിയായ ശലോമോൻ സദൃശവാക്യത്തിൽ 12-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം പറയുന്നത്, സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്, ഭാര്യമാരെ കർത്താവ് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. നിൻ്റെ ഭാര്യ നിൻ്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ ഇരിക്കണം. ഭാര്യമാർ ചൊറുതണ വള്ളി ആകരുത് എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറയുന്നു. നിൻ്റെ ഭാര്യ നിൻ്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി. അടുത്തത് പറയുന്നത് മക്കളെക്കുറിച്ചാണ്. നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും. മക്കളെക്കുറിച്ച് പറയുന്നത് സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 127-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലം തന്നെ. വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയാണോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ എന്ന് പറയുന്നത് ദൈവം തരുന്ന ഒരു ദാനമാണ്, ഒരു പ്രതിഫലമാണ്. വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ. കാരണം ഇന്നത്തെ കുഞ്ഞുങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും, അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വരും. അതാണ് ഇന്നത്തെ യൗവനത്തിലെ മക്കളെക്കുറിച്ച് പറയുന്നത്. ഇവിടെ പറയുന്നത് വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയാണോ അതാണ് ഇന്നത്തെ മക്കൾ. കാരണം ഇന്ന് ലോകത്തിൽ നമ്മൾ നോക്കാമെങ്കിൽ കുഞ്ഞുങ്ങൾ മൊബൈൽ ഫോണിനും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇവിടെ ജ്ഞാനിയുടെ ജ്ഞാനിയായ ശലോമോൻ പറയുകയാണ്, ബാലൻ നടക്കുന്ന വഴിയിൽ അവരെ അഭ്യസിപ്പിക്കാം, വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടോ? കുഞ്ഞുങ്ങളെ വളർത്തേണ്ടതായ രീതിയിൽ നമ്മൾ വളർത്തിയാൽ നമ്മൾക്ക് കുഞ്ഞുങ്ങളെ ആ സ്വർഗരാജ്യത്തിലേക്ക് നമുക്ക് ചേർക്കുവാനായിട്ട് സാധിക്കും. യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ അധികം സ്നേഹിച്ചതായി കാണുവാൻ സാധിക്കുന്നു. ശിഷ്യന്മാർ കുഞ്ഞുങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വരുവാൻ തടഞ്ഞപ്പോൾ ശിഷ്യന്മാരോട് യേശു ക്രിസ്തു പറഞ്ഞത്, അവരെ തടയരുത്, അവരെ എൻ്റെ അടുക്കലേക്ക് വിടുവിൻ, സ്വർഗരാജ്യം ഇവർക്കുള്ളതല്ലോ. നമ്മൾ കുഞ്ഞുങ്ങളെ പോലെ ആയിത്തീരണമെന്ന് യേശു ക്രിസ്തു നമ്മളോട് പറയുകയാണ്. കുഞ്ഞുങ്ങളുടേതായ ആ ശീലം, കുഞ്ഞുങ്ങളുടേതായ സ്വഭാവം, കളങ്കമില്ലാത്ത സ്വഭാവം നമ്മൾ വാർത്തെടുക്കണം എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറയുന്നു. ഇവിടെ പറയുന്നത്, നമ്മുടെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കണം. ഒലിവ് തൈകൾ, ഒലിവിനെ കുറിച്ച് പറഞ്ഞാൽ ധാരാളം കാര്യങ്ങൾ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നു. ഒലിവ് ഇല, യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്ന സമയത്ത് യേശുക്രിസ്തു കഴുതപ്പുറത്ത് സഞ്ചരിച്ചപ്പോൾ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചത് ആ ഒലിവ് ഇല വെച്ചതാണ്. അതുപോലെ തന്നെ ഒലിവ് എണ്ണ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സമാഗമന കൂടാര ശുശ്രൂഷയിൽ ഉപയോഗിച്ചിരുന്ന എണ്ണയാണ് ഒലിവ് എണ്ണ. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ലോകത്തിൽ നമ്മൾ നോക്കാമെങ്കിൽ ഇന്നത്തെ ഏത് മാർക്കറ്റിംഗ് കമ്പനിയോട് ചോദിച്ചാൽ ഏറ്റവും ബെസ്റ്റ് ഓയിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഒലിവ് ഓയിൽ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ പറയുന്നത്, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും എന്ന് പറയുന്നു. സദൃശവാക്യങ്ങൾ
അത് പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം പറയുന്നത്, നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. കൽപ്പന, 5-ാമത്തെ കൽപ്പന അതാണ് നമ്മളോട് പറയുന്നത്. ഇന്ന് നമ്മൾ നോക്കാമെങ്കിൽ ലോകത്തിൽ ഇന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് ഹോസ്റ്റലിൽ നിർത്തുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഒരിക്കലും ഒരു കുട്ടി അവിടെ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങളുടെ മാതാപിതാക്കന്മാരെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ട് നിർത്തുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത്, ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മാതാപിതാക്കൾ എന്നെ ഹോസ്റ്റലിലാണ് നിർത്തിയത്, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മാതാപിതാക്കന്മാരെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടാക്കിയതെന്ന് ആ കുട്ടി പറയുകയുണ്ടായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത്, ആവർത്തന പുസ്തകം നമ്മൾ 5-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറയുന്നു. നീ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഒക്കെയും ദൈവത്തിൻ്റെ വചനം അവർക്ക് പറഞ്ഞു കൊടുക്കണം. അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് മാത്രം പോരാ, അത് നെറ്റിമേൽ അത് എഴുതി വെക്കണം എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറയാണ്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടതായ രീതി, അവരെ ദൈവവചനം പഠിപ്പിച്ചുകൊണ്ട് അവരെ വളർത്തുകയാണെങ്കിൽ സ്വർഗത്തിൽ അവരെയൊക്കെ നിത്യതയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ എത്തിച്ചേരുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ വളരെ സൂക്ഷ്മതയോടെ, അതുപോലെ തന്നെ ദൈവവചനത്തിൽ ദൈവ പൈതലായി, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരു എഞ്ചിനീയറോ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു പൈലറ്റോ ആക്കുവാനല്ല ശ്രമിക്കേണ്ടത്, നേരെ മറിച്ച് ഒരു ദൈവ പൈതലായിട്ട് വളർത്തുവാൻ വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറയുന്നു. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും, അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. 4-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, യഹോവഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളിയും യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന വ്യക്തികളും, അതുപോലെ തന്നെ നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകളും പോലെ ആകുന്ന പുരുഷൻ, യഹോവഭക്തനായ പുരുഷൻ അനുഗ്രഹിക്കപ്പെട്ടവനാകും എന്ന് സങ്കീർത്തനക്കാരനായ ദാവീദ് നമ്മളോട് ഉത്ബോധിപ്പിക്കുകയാണ്. യഹോവഭക്തനായ പുരുഷൻ ഇങ്ങനെയും അനുഗ്രഹിക്കപ്പെട്ടവനാകും. അതിൻ്റെ 5-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നമ്മുടെ അനുഗ്രഹം വരുന്നത് സ്വർഗീയ സിയോനിൽ നിന്നാണ്. 126-ാമത്തെ സങ്കീർത്തനം വായിക്കുമ്പോൾ അതിൻ്റെ 1-ാമത്തെ വാക്യം നമ്മളോട് പറയുന്നത്, യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുന്നപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. യഹോവയുടെ അനുഗ്രഹം സിയോനിൽ നിന്നും ഉണ്ടാകണം എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറയണത്. സിയോനിൽ നിന്ന് നമ്മളെ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. അതിൻ്റെ 5-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലം നീ യെരൂശലേമിൻ്റെ നന്മയെ കാണും. യെരൂശലേമിൻ്റെ നന്മയെ കാണുവാനായിട്ട് ഇവിടെ വേദപുസ്തകം നമ്മളോട് പറയുന്നത്, നിന്റെ ആയുഷ്കാലമൊക്കെയും യെരൂശലേമും, അതുപോലെ തന്നെ യെരൂശലേമിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് അവിടെ സത്യത്തിൽ പഠിപ്പിക്കുന്ന വ്യക്തികളായിരുന്നു. ഇവിടെ പറയുന്നത്, നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിൻ്റെ നന്മയെ കാണും. അവസാനത്തെ വാക്യം പറയുന്നത്, നിന്റെ മക്കളെയും നീ കാണും. തലമുറയെ കാണുവാനായിട്ട് ഇന്ന് നമുക്കറിയാം, അനേക കുടുംബങ്ങൾ തലമുറ ഇല്ലാതിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഇവിടെ പറയുന്നത്, നിന്റെ മക്കളെയും മക്കളുടെ മക്കളെയും നീ കാണും. ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് 90-ാമത്തെ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ആയുസ് 70, ഏറെയായാൽ 80. ഇവിടെ പറയുന്നത് ആ ആയുസിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മക്കളെയും അവരുടെ മക്കളെയും കാണുകയാണെങ്കിൽ അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം. ഇവിടെ പറയുന്നത്, നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. അങ്ങനെ നാം മക്കളുടെ മക്കളെയും കാണുമ്പോൾ ഇസ്രായേലിൽ നിന്ന് നമുക്ക് സമാധാനം ഉണ്ടാകും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാം ഇന്ന് ഈ കേട്ട സങ്കീർത്തനം, ഇത് നമ്മുടെ ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സങ്കീർത്തനമാണ്. നമ്മുടെ കുടുംബജീവിതം
നമ്മുടെ ഭവനം ഒരു സ്വർഗീയ ഭവനമായിട്ട് കെട്ടിപ്പടുക്കുവാൻ ഈ സങ്കീർത്തനത്തിലൂടെ ദാവീദ് നമ്മളോട് പറയുകയാണ്. ആ സ്വർഗീയ ഭവനം കെട്ടിപ്പടുക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബങ്ങൾ ഏറ്റവും അനുഗ്രഹപ്പെട്ടാകും. വ്യക്തികൾ നന്നായാൽ സഭകൾ നന്നാകും, വ്യക്തികൾ നന്നായാൽ കുടുംബങ്ങൾ നന്നാകും, കുടുംബങ്ങൾ നന്നായാൽ സഭ നന്നാകും, സഭ നന്നായാൽ സമൂഹം നന്നാകും, സമൂഹം നന്നായാൽ ദേശം നന്നാകും. അതുകൊണ്ട് വ്യക്തികൾ നന്നാകുന്നതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബവും നന്നാകട്ടെ. അതിനായിട്ട് ഈ സങ്കീർത്തനം നമ്മളെ ഓരോരുത്തരും സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ശുശ്രൂഷയുടെ അവസാനമായിട്ട് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവായ ദൈവമേ, അവിടുന്ന് അടിയൻ്റെ നാവിനോട് കൂടെ തന്നെ സ്തോത്രം. ഇന്ന് കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ 30, 60, 100 മേനി ഫലം കായ്ക്കുവാൻ ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരായ ഓരോ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ദൈവമേ, ഞങ്ങൾ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. എല്ലാം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.